നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ 11-ലധികം സ്വലാത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഈ സ്വലാത്തുകൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും. രോഗങ്ങൾക്ക് ശിഫയാകാൻ കാരണമാകും. കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് പ്രത്യേകമായിട്ട് മഹാന്മാർ നിർദ്ദേശിച്ച സ്വലാത്തുകൾ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ഈ സ്വലാത്തുകൾ പതിവാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കാരണമാകുന്നതാണ്, സാധിക്കുന്നതാണ്. അത്രമേൽ ശ്രേഷ്ഠമേറിയ സ്വലാത്തുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ, കാണുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങളിൽ പലരും പതിവാക്കുന്ന സ്വലാത്തായിരിക്കാം. പക്ഷേ ഈ സ്വലാത്തുകൾക്ക് ഇത്രയും നേട്ടങ്ങളുണ്ട്, ഇത്രയും മഹത്വങ്ങളുണ്ട് എന്നൊക്കെ അറിയാവുന്നവർ വളരെ വിരളമായിരിക്കും. നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും പല മഹത്വങ്ങൾ അറിയാൻ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നുണ്ട്, പറഞ്ഞു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദിവസവും ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും ചൊല്ലുന്നവർ ഇൻഷാ അല്ലാഹ് മനസ്സിൽ എനിക്ക് മദീനയിലെത്തണം എന്ന് താഴെ എഴുതി അറിയിക്കുക. ആ സ്വലാത്ത് കാരണമായിട്ട് അല്ലാഹു നമ്മെ മദീനയിലെത്തിക്കാൻ അതൊരു കാരണമാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുകൾ സ്ഥിരമായി ചൊല്ലുന്നവർ ഏത് സ്വലാത്താണ് ചൊല്ലുന്നത്, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സ്വലാത്ത്, ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്ത് ഉണ്ടാകും. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്വലാത്തുണ്ട്, ഞാൻ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ആ സ്വലാത്ത് പെട്ടെന്ന് അങ്ങ് ചൊല്ലും, അറിയാതെ എൻ്റെ വായിൽ വരും ആ സ്വലാത്ത്. അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വലാത്തുകൾ ഉണ്ടാകാം. ചില ആളുകൾ സ്വലാത്തുൽ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിദി, അത് പതിവാക്കുന്നവരും അതുവല്ലാതെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും. നിങ്ങളുടെ ഫേവറേറ്റ് സ്വലാത്ത് ഏതാണെന്നുള്ളത് അറിയിക്കുക. സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ചാൽ ബുക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് അറിയിക്കും. ഇല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വിളിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് കിട്ടുമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ബുക്ക് ചെയ്ത് മാത്രം വരികയെന്ന് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ പല ആളുകളും വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ മെസ്സേജിന് റീപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നമ്മൾ ഈ സ്വലാത്തിൻ്റെയും മറ്റെല്ലാം ഇമേജുകളും PDF-കളൊക്കെ നമ്മൾ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID പോയി ചെക്ക് ചെയ്താൽ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ സ്വലാത്തുകളും നമ്മൾ ഈ പറയുന്ന സ്വലാത്തുകളൊന്നും ഇവിടെ എഴുതി കാണിക്കുന്നില്ല. അതൊക്കെ നമ്മൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങൾ അങ്ങേറ്റം മഹബത്ത് വെക്കുന്ന യഥാർത്ഥ ആശിഖീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ നമ്മെ നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിൽ ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ എനിക്കെന്താണ് അതുകൊണ്ട് ഉള്ള നേട്ടങ്ങൾ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് കാണാം. ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയാ വ ഹമ്മൽ ആഖിറ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണെന്ന് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞതാണ്, ഈ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ അനുഭവിക്കാവുന്ന ഏതേതു പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സ്വലാത്തുകൾ പരിഹാരമാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വലാത്തുകൾ ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുക. നമുക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് വലിയ വലിയ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് എത്ര ആളുകൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അതൊക്കെ അത്ഭുതങ്ങൾ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് സംഭവിക്കുന്നതാ. ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർക്ക് മുമ്പിൽ ഒരു നിലക്കും വീട് കിട്ടില്ല എന്ന് കരുതിയിടത്ത് നിന്ന് അള്ളാഹു അവർക്ക് മുമ്പിൽ നല്ലൊരു വഴി തുറന്നു കൊടുത്ത എത്ര ഉദാഹരണങ്ങൾ ഉണ്ടെന്നറിയോ? ഒരിക്കലും പ്രതീക്ഷയുടെ
സന്തോഷവാർത്ത ഒരിക്കലും ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ ജയിലിലേക്ക് അകപ്പെട്ട് ഒരിക്കലും രക്ഷ കിട്ടില്ലെന്ന് കരുതിയിടത്ത് നിന്ന് എത്ര ആളുകൾക്ക് മോചനം ലഭിച്ചത് ഈ സ്വലാത്ത് കാരണമായിട്ട് എത്ര ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയോ? അതൊരു മിറാക്കിളാണ് യഥാർത്ഥത്തിൽ. അത് അത്ഭുതം സംഭവിക്കുന്നതാണ്. അത് മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞതാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക, സ്വലാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ, ഈ ധാരാളം എന്ന് പറയുമ്പോൾ എത്ര സ്വലാത്ത് ചൊല്ലിയാലാണ് ധാരാളം സ്വലാത്ത് ചൊല്ലിയവരുടെ പരിധിയിൽപ്പെടുക? അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കൽ സുന്നത്താണ്, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ. അപ്പൊ എത്ര സ്വലാത്ത് ചൊല്ലിയാലാണ് സ്വലാത്ത് അധികരിപ്പിച്ചു? ഇപ്പൊ ഒരു വീട്ടിലിരുന്ന് അബൂബക്കർ എന്നവര് സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ കുറെ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. എന്നാൽ ദീനിൽ അവൻ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര സ്വലാത്ത് ചൊല്ലണം? അതിനും നമ്മുടെ ഫിഖ്ഹിലെ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് 300 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ ആളെ കുറിച്ച് അവൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണ്, സ്വലാത്ത് അധികരിപ്പിച്ചവനാണെന്ന് പറയും. അപ്പൊ 200 സ്വലാത്ത് ചൊല്ലിയാലോ? 200 സ്വലാത്തിലെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ 300 സ്വലാത്ത് ചൊല്ലിയവരെ കുറിച്ച് എന്താ? 300 സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു, സ്വലാത്ത് അധികരിപ്പിച്ചവന്റെ ആ ഒരു പ്രത്യേക പ്രതിഫലം അവന് ലഭിക്കും. അപ്പൊ ചുരുങ്ങിയത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത്, ചെറിയ സ്വലാത്തുകളുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നൂർ, അത് വളരെ ചെറിയ സ്വലാത്താണ്. അതൊരു 300 തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരും. ഒരു ദിവസം നമ്മൾ 300 തവണയെങ്കിലും ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലാം. ഒന്നുമില്ലെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും? അപ്പൊ എല്ലാ ദിവസവും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഇൻഷാ അല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എനിക്ക് ഓർമ്മയുള്ള സമയത്തോളം ഒരു ദിവസം ചുരുങ്ങിയത്, അധികരിപ്പിക്കാൻ കേട്ടോ, ചുരുങ്ങിയത് 300 സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന് ഞാനിതാ എൻ്റെ മനസ്സിൽ കരുതുന്നു. നമ്മൾ കരുതുന്നതന്നെ ഇങ്ങനെ പരമാവധി എൻ്റെ ജീവിതത്തിൽ കഴിയുന്ന സമയത്ത്, ഓർമ്മയുള്ള സമയത്ത് ഞാൻ അങ്ങനെ ചൊല്ലും. അങ്ങനെ നിയ്യത്താക്കാലോ അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നിയ്യത്താക്കിയവരത് എഴുതി അറിയിക്കുക. സ്വലാത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന സ്വലാത്തിൽ ആദ്യത്തെ സ്വലാത്ത്, ഈ സ്വലാത്ത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലണം. ഇതിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയുന്നുണ്ട്. ആ സ്വലാത്തുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലി തീർക്കണം. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സ്വലാത്ത്, അത് സ്വലാത്ത് ഇബ്രാഹിമിയ. നമുക്കൊക്കെ അറിയാം സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. അപ്പൊ ആ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഏതാണ് എന്ന് ചർച്ച ചെയ്ത ഭാഗത്ത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അത് സ്വലാത്തുൽ ഇബ്രാഹിമിയയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ വാരിതായി വന്ന സ്വലാത്താണ്. നമ്മൾ നിസ്കാരത്തിൽ അങ്ങനെ ചൊല്ലുന്ന സ്വലാത്താണ്. നമുക്ക് പൂർണ്ണമായൊരു കടപ്പാടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ. ഇതറിയുന്ന ആളുകളൊക്കെ അറിയണം. നിങ്ങൾക്ക് ഇതിൽ ഏതെല്ലാം സ്വലാത്തുകൾ പരിചയമുണ്ട്, ഏതെല്ലാം സ്വലാത്തുകൾ പരിചയമില്ല, ഒക്കെ എഴുതി അറിയിച്ച ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ സ്വലാത്തു ഇബ്രാഹിമിയ, ഞാനിതിന്റെ എഴുത്ത് ഇവിടെ എഴുതിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഈ ഓരോ സ്വലാത്തുകളും ഇൻഷാ അല്ലാഹ് നമ്മളവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ അത് എത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്വലാത്ത് ഇബ്രാഹിമിയ അതെങ്ങനെയാണ് നമുക്കറിയാം. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ പതിവായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് കൂടെയാണ് ഈ സ്വലാത്ത്. മഹാനരായ യൂസുഫ് നബഹാനി തങ്ങൾക്കൊരു വലിയ കിതാബുണ്ട്, അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കിതാബ്. അത് നിങ്ങളൊക്കെ അറബി അറിയുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലുള്ള ഒരു സ്വലാത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് സമയം പോലെ. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതിൽ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതും അല്ലാത്തതുമായ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും തികവാർന്ന സ്വലാത്ത്,
ആ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുന്നത്. ഇത് ഏതെല്ലാം ഹദീസുകളിലുണ്ട്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിലുണ്ട്. എല്ലാത്തിലും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട സ്വലാത്ത് ആയതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ ഇത് ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഈ സ്വലാത്തിനെ കുറിച്ച് ചില കിതാബുകളിലൊക്കെ കാണാം, ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യനാളിലെ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതാണ്, അവനെന്റെ ശുപാർശ ലഭിക്കുന്നതാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് മഹാന്മാർ പറയുന്നുണ്ട്. ചില മഹാന്മാർ പറയുന്നു ഇത് 1000 തവണ ചൊല്ലിയാൽ തീർച്ചയായും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കുന്നതാണെന്ന്. ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സ്വലാത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുകയും ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കുകയും ചെയ്യും. ഉറച്ച വിശ്വാസമുള്ള ആളുകൾക്ക്, മനക്കരുത്ത് നല്ലോണമുള്ള ആളുകൾക്ക്, എനിക്കിത് 1000 തവണ ചൊല്ലിയാൽ എനിക്ക് മുത്തുനബി തങ്ങളെ കാണാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ അതിൽ കൃത്യമായി തെളിവ് സഹിതം കിതാബുകളിൽ മഹാന്മാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു വിവരാണ് 1000 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ദർശിക്കുമെന്ന്. അങ്ങനെ 1000 തവണ ചൊല്ലിയിട്ട് സ്വപ്നത്തിൽ കാണാൻ ദർശിക്കുമെന്ന വിവരം കിട്ടിയപ്പോ ഞാൻ എന്റെ മനസ്സിൽ കരുതിയതാണ് ഞാനത് ചൊല്ലുന്നത്. അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ഉമ്മയോ ഉപ്പയോ ഇത് 1000 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്ന ആ സമയം മുതലേ, നമ്മളെ തീരുമാനിക്കുന്ന സമയം മുതൽ അതിന്റെ മുമ്പുള്ളത് എങ്ങനെ ആവട്ടെ, നമ്മൾ നമ്മുടെ കണ്ണുകളെ കൊണ്ട് ഹറാമ് കാണാതെ, കാതുകളെ കൊണ്ട് ഹറാമ് കേൾക്കാതെ 1000 തവണ ചൊല്ലി പൂർത്തീകരിക്കുക. തീർച്ചയായും ബിഇദ്നില്ലാഹി തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളുടെ കിനാവിൽ കടന്നു വരും. അല്ലാഹു ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത്, ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായില്ല, അല്ലേ? 1400 വർഷങ്ങൾ പിന്നിട്ടു ഹബീബായ തങ്ങളുടെ ആ ഭൗതിക ലോകത്തുള്ള ചെറിയ സമയത്തുള്ള ആ ഒരു അള്ളാഹു നൽകിയ അനുഗ്രഹം നമുക്ക് എന്നേക്കുമായി നഷ്ടമായിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഹബീബായ തങ്ങൾ ജീവിച്ച കാലത്ത് ജന്മം കൊണ്ടിരുന്ന ഒരു പ്രാണിയായിരുന്നെങ്കിൽ എന്ന് ആശിഖീങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയിരുന്ന ആ വഴിത്താരയിലെ ഒരു മൺതരിയായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്നു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ക് വെക്കുന്ന ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളും. നമുക്ക് അങ്ങനെ ആ മൺതരിയാകാനോ പ്രാവാവാനോ ആ കാലത്ത് ജീവിച്ചിരുന്ന ജന്മം കൊണ്ടിരുന്ന ഒരു പ്രാണിയാകാനോ പോലും നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. നമ്മൾ ആഖിർ സമാനിലെ ആളുകളാണ്. നമ്മുടെയൊക്കെ സ്വപ്നാണ് ഹബീബായ തങ്ങൾ നമ്മുടെ കിനാവിൽ കടന്നു വരിക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു നമുക്ക് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിന്റെ വചനമാണ് എന്ന് ഈ സ്വലാത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. സ്വലാത്തുകൾ ഒരുപാട് വചനങ്ങളുണ്ട്. ചില മഹാന്മാരൊക്കെ ഉണ്ടാക്കിയ സ്വലാത്തുകളുണ്ട്. അങ്ങനെ ചില അയിമ്മത്തുകൾ പരിചയപ്പെടുത്തിയ സ്വലാത്തുകളുണ്ട്. എന്നാൽ സ്വലാത്ത് ഇബ്രാഹിമിയെ കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ എന്നുള്ളത്. ഇമാം ഷാറാനി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഷാറാനി തങ്ങൾ ഒരിക്കല് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി അത് പതിവായിട്ടുള്ള 1000 എണ്ണം പൂർത്തീകരിക്കുവാൻ വേണ്ടി അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തില് സ്പീഡ് ഇങ്ങനെ ചൊല്ലുകയാണ് ഷെഹറാനി ഇമാം. അങ്ങനെ സ്പീഡ് ചൊല്ലുമ്പോൾ 1000 തവണ പൂർത്തീകരിക്കണം ഒരു ദിവസം. അപ്പൊ സ്പീഡ് ചൊല്ലുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധൃതി പൈശാചികമാണെന്ന് നിനക്കറിയൂലേ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഷെഹറാനി തങ്ങൾക്ക് അത് സ്വപ്നത്തിൽ ഹബീബായ തങ്ങളെ കാണാൻ സാധ്യമായി ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അനുഭവങ്ങളുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ ഒരു നേട്ടം ഉണ്ടെന്നുള്ളത്. മാത്രമല്ല ഈ സ്വലാത്ത് നമ്മൾ സ്വലാത്തുകളൊക്കെ ചൊല്ലുമ്പോൾ സ്പീഡ് ധൃതിയിൽ ചൊല്ലാതെ കഴിയുന്നത് ചൊല്ലിയാൽ മതി. അത് സാവധാനത്തിൽ ചൊല്ലാം, സാവധാനത്തിലും ക്രമത്തിലും സ്വലാത്ത് ചൊല്ലാം. സമയം കുറവാണെങ്കിൽ വേഗം ചൊല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ
തുടക്കത്തിലും അവസാനത്തിലൊക്കെ നമ്മൾ ഓരോ അക്ഷരങ്ങളും നഷ്ടപ്പെടുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ല ചിട്ടയോടുകൂടെ സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കാരണമായിട്ട് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത് നമുക്കൊക്കെ പരിചയമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ അൻവാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വലാത്തുൽ അൻവാർ? നമ്മൾ പലപ്പോഴും സ്വലാത്തുൽ അൻവാർ നമ്മൾ ചൊല്ലാറുണ്ട്. നിങ്ങളൊക്കെ സ്വലാത്തുൽ അൻവാർ അറിയുന്നവരായിരിക്കാം. സ്വലാത്തുൽ അൻവാർ എന്ന് പറയുന്ന മഹത്തായ സ്വലാത്ത് എൻ്റെ അഭിവന്യ ശൈഖുന വന്യരായ കോട്ടൂർ ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് അവറുകളൊക്കെ ഏത് ദുആയിലും സ്വലാത്തുൽ അൻവാർ ധാരാളമായിട്ട് ചൊല്ലും എന്നുള്ളതാണ്. ഏതാണ് സ്വലാത്തുൽ അൻവാർ എന്നറിയോ? നമുക്കൊക്കെ പരിചയമുള്ള സ്വലാത്താണ്. നിങ്ങൾ എൻ്റെ ദുആയിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പരമാവധി കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. വളരെ സവിശേഷമേറിയ സ്വലാത്താണ്. ഇതിൻ്റെയൊക്കെ സ്വലാത്ത് ഏതാണെന്നുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് ഞാനത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, എഴുതിയിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ അത് ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് അത് നോക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്, നോക്കിയെടുത്ത് മനസ്സിലാക്കി ചൊല്ലാവുന്നതാണ്. മഹാനരായ അഹ്മദ് സൈനി ദഹ്ലാൻ പറയുന്നുണ്ട്, ഏത് ആവശ്യങ്ങളും നിറവേറാനും പ്രയാസങ്ങൾ അകറ്റാനും വിഷമങ്ങൾ തടുക്കാനും പ്രകാശങ്ങളും ആത്മരഹസ്യങ്ങളും കൈവരാനും വളരെ പ്രയോജനപ്രദമായ സ്വലാത്താണ് സ്വലാത്തുൽ അൻവാർ. ഏതൊരു വിഷയത്തിലും ഈ സ്വലാത്ത് ഫലപ്രദമാണ്. ഇത് പരീക്ഷിച്ച് ഫലം ലഭിച്ച് പരീക്ഷിച്ചറിഞ്ഞതാണ്. ദിനം പ്രതി 100 തവണ പതിവായി ചൊല്ലുന്നവർക്ക് ഈ സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സ്വലാത്ത് ഉൾപ്പെടെയുള്ള സ്വലാത്തുകളെ കൊണ്ട് നേടിയെടുക്കാനുള്ള ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ 2 സ്വലാത്തുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ആ 2 സ്വലാത്തുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിചയമുള്ള സ്വലാത്തുകൾ ഈ കൂട്ടത്തിലുണ്ടാകും, ആദ്യമായിട്ട് കേൾക്കുന്ന സ്വലാത്തുകൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3ാമത്തെ സ്വലാത്ത് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ സ്വലാത്താണ്. സ്വലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ. വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. എന്താണ് സ്വലാത്തിന്റെ പദം? അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ. എന്താണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത? എന്താ ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആത്മാവുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിന്റെ മേലിലും ദേഹങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തെ ദേഹത്തിന്റെ മേലിലും ഖബറുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ ഖബറിന്റെ മേലിലും നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് നല്ല പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണും. ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അന്ത്യനാളിൽ നേരിൽ കാണും എന്നുള്ളത് ഉറപ്പാണ്. അന്ത്യനാളിൽ ശുപാർശ ഹബീബായ തങ്ങളുടേത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടുത്തെ ഹൗലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും എന്നുള്ള ഉറപ്പതാണ്. നരകം അവന്റെ ശരീരത്തിനെ വിലക്കുകയും ഇതൊക്കെ കൃത്യമായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടത്തിനെ കുറിച്ച് മാത്രമല്ല, ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ഈ സ്വലാത്ത് ആ മഹാൻ ചൊല്ലിയിട്ട് കിടന്നുറങ്ങി. അപ്പൊ അവിടുന്ന് കിടന്നുറങ്ങിയപ്പോ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചന്ദ്രനിൽ തിരുമുഖം ദർശിച്ചു എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരിക്കാൻ കഴിഞ്ഞു. ചന്ദ്രനിൽ ആ മുഖം ദൃശ്യമായത് കുറച്ചു കഴിഞ്ഞപ്പോ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അപ്പോ ഹദീസിൽ കൃത്യമായിട്ട് സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗുണങ്ങളുടെ പരിധിയിൽ പെടുന്നത് തന്നെയാണ്. നമ്മളിത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്.
ഈ സ്വലാത്തിന്റെ പദം കൃത്യമായി എഴുതി കാണിച്ച് ഇതിനെക്കുറിച്ച് മാത്രം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇത് കേട്ടവരുണ്ടാകും മുമ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്താണ്. ഇത് ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട്. മഹാനരായ താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉള്ളാൾ തങ്ങൾ, സമസ്തയുടെ സമുന്നതനായ നേതാവ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, താജുൽ ഉലമ എന്ന പേരിൽ പ്രസിദ്ധരായ മഹാനവറുകള് കടം വീടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരുടെ അടുക്കൽ വരുന്ന ആളുകളോടൊക്കെ അള്ളാഹു അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കട്ടെ, അവരോടൊപ്പം നമ്മെ സ്വർഗത്തിൽ എത്തിക്കട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനരായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഈ സ്വലാത്ത് കടങ്ങളെ കൊണ്ട് വലയുന്നവരോട് ചൊല്ലാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ അതവരൊക്കെ ചൊല്ലിയിട്ട് കടം വീടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കിട്ടിയ അനുഭവമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരല്ലേ? ഈ സ്വലാത്ത് എന്താണ്? ഈ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم صل على محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات. വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ നിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ അടിമയായ അബ്ദിക വ റസൂലിക, നിന്റെ അടിമയും നിന്റെ റസൂലും നിന്റെ ദൂതരും അടിമയുമൊക്കെയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ മേലിലെ പുരുഷന്മാരുടെ മേലിലെ, വൽ മുഅ്മിനാത്തി മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ മേലിലെ, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് മുസ്ലിമീങ്ങളുടെ മുസ്ലിമാത്തുകളുടെ ഒക്കെ പേരിലെ സ്വലാത്ത് വർദ്ധിപ്പിക്കണമേ എന്ന്. അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പരാമർശിച്ച ആ കിതാബിൽ കൃത്യമായി ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐശ്വര്യം വർദ്ധിക്കാൻ, കടങ്ങൾ വീടാൻ ഈ വചനം പ്രയോജനപ്രദമാണ്. ഇമാം ഷറാനി തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ദാനം ചെയ്യാൻ കഴിയാത്ത ഏതൊരു മുസ്ലിമും അവന്റെ ദുആയിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ, നിശ്ചയം അതവന് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്, സ്വർഗത്തിലെത്തുന്നതുവരെയും സത്യവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുകയില്ല. അപ്പൊ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട, നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനും കൊണ്ടുവരാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്ത്. ഇത് നമ്മളിങ്ങനെ വെറുതെ പറയുന്ന സ്വലാത്തല്ല. ഇതൊക്കെ ഓരോ സ്വലാത്ത് ചൊല്ലണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണമെന്ന് സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതായത്തേതാ? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലായികത്തും സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലെ സ്വലാത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുവിൻ, ചൊല്ലിക്കൊണ്ടിരിക്കുവിൻ എന്ന് വിശ്വാസികളോട് പറയാണ്. ഏതൊരു കാര്യത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ മലായികത്തും നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നിർവഹിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ കാണൂല. സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാനും എന്റെ മലക്കുകളും സക്കാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സത്യവിശ്വാസികളെ നിങ്ങളും സക്കാത്ത് നിർവഹിക്കുവിൻ എന്ന് ഇല്ല, ഒന്നിനെ കുറിച്ചും കാണൂല. അത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ളത്. അത്രയും പവിത്രമേറിയതാണ് പ്രിയമുള്ളവരെ സ്വലാത്ത്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പന വന്നതോടുകൂടെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടായി. എത്ര സ്വലാത്തുകളാ! ഇപ്പോഴും സ്വലാത്തുകളുടെ എണ്ണം പറഞ്ഞാൽ, സ്വലാത്തുകളുടെ ഇനങ്ങൾ പറഞ്ഞാൽ തീരൂല, അത്രമേൽ സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ട വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ചെറിയ സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അല്ലാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ. വളരെ ലളിതമായ ചെറിയ സ്വലാത്ത്. ഈ സ്വലാത്ത് ഏവർക്കും പതിവാക്കാൻ പറ്റും.
അപ്പൊ ഇത് 300 തവണ ചൊല്ലിയാൽ മതി. ഇനി പ്രയാസാണെങ്കിൽ ഇത് 300 തവണ ചൊല്ലി എത്ര പെട്ടെന്ന് തീരും. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലൈഹി, എത്ര പെട്ടെന്ന് ചൊല്ലി തീരും. അപ്പൊ എല്ലാ ദിവസവും ഈ സ്വലാത്തെങ്കിലും ഒരു 300 തവണ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടമല്ല ഏതെങ്കിലും സ്വലാത്ത് 300 തവണ ചൊല്ലാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ കാരുണ്യത്തിന്റെ 70 കവാടങ്ങൾ അവന്റെ നേരെ തുറന്നു വെച്ച് അവനോട് സ്നേഹം ജനഹൃദയങ്ങളിൽ അല്ലാഹു നിക്ഷേപിക്കുകയും ചെയ്യും. ഹൃദയത്തിൽ കാപ്പട്യമുള്ളവനല്ലാതെ അവനോട് വിദ്വേഷം കാണിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളൊരാളും വെറുക്കൂല, നമ്മളോട് ഒരാൾക്കും ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു വഴി, അത് അത്തരം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് കാപ്പട്യ മനോഭാവമുള്ള ദുർനടപ്പുകാരായ തെമ്മാടികളായ ആളുകൾക്ക് മാത്രമേ നമ്മളോട് വിരോധം ഉണ്ടാവുള്ളൂ, നമ്മളോട് വെറുപ്പുണ്ടാവുള്ളൂ. ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ 300 തവണയെങ്കിലും, സ്വലാത്ത് 300 തവണ എല്ലാ ദിവസവും ചൊല്ലണമല്ലോ, അങ്ങനെ ചൊല്ലാൻ കഴിയാത്തവർ ഈ സ്വലാത്തെങ്കിലും ചൊല്ലാം. അപ്പൊ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചതിന്റെ പരിധിയിൽ നമുക്ക് പെടാൻ പറ്റുന്നതാണ്. നമ്മൾ 11 സ്വലാത്തുകൾ പരിചയപ്പെടുത്തുന്നു പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ ചെറിയ ചെറിയ സ്വലാത്തുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത്. അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് ആര് ചൊല്ലിയിട്ടുണ്ടോ അവർ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് അവരുടെ പാവങ്ങൾ പൊറുക്കപ്പെടും. അവർ ഇരിക്കുകയാണെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവരുടെ പാവങ്ങൾ പൊറുക്കപ്പെടും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അഫ്ളലുസ് സ്വലവാത്ത് എന്ന് പറയുന്ന സവിശേഷമേറിയ കിതാബുണ്ട്. ആ കിതാബിൽ കൃത്യമായിട്ട് ഇതിന്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു ചെറിയ സ്വലാത്താണ്. നമ്മൾ ചെറിയ സ്വലാത്തുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ ബാക്കിയുള്ളത് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക്കൽ ഉമ്മിയ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളായിരിക്കാം. അല്ലാഹുവേ, എഴുത്തും വായനയും അഭ്യസിക്കാത്ത ഏറ്റവും മഹാജ്ഞാനിയും നിന്റെ പ്രവാചകനും അടിമയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നുള്ളതാണ്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച 80 തവണ ചൊല്ലിയാൽ 80 കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊറുക്കപ്പെടും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലുക, നമ്മുടെ ദോഷങ്ങൾ എത്രയാ ഓരോ ദിവസവും അല്ലേ, ആ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തെത്താൻ കാരണമാവുമല്ലോ. നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുക. ഈ ഒരു വിഷയം ഇഹ്യാ ഉലൂമുദ്ദീനിലെ മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത് വിഖ്യാതമായി ഇഹ്യാ ഉലൂമുദ്ദീനിൽ വളരെ കൃത്യമായി ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. വെള്ളിയാഴ്ച ദിനം ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലിയാൽ അന്ന് രാത്രി അവൻ തന്റെ രക്ഷിതാവിനെ സ്വപ്നം കാണുന്നതാണ്. അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണും, അല്ലെങ്കിൽ സ്വർഗത്തിൽ തനിക്കുള്ള സ്ഥാനം കാണും. ഇനി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ 2, 3, 5 വെള്ളിയാഴ്ചകളിൽ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് വലിയ നേട്ടങ്ങൾ അതുവഴി നേടിയെടുക്കാനും ആ സ്വപ്നങ്ങൾ കാണാനും സാധിക്കുമെന്ന് അഫ്ളലു സ്വലവാത്തിൽ കാണുന്നതാണ്. അഫ്ളലു സ്വലവാത്തിനോ സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കിതാബാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിവിന്റെ പരമാവധി അതിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് സമയം പോലെ വിശദീകരിക്കേണ്ടത് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുക. ഇത് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രചോദിതരായവരൊക്കെ എഴുതി അറിയിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.